കഴിഞ്ഞ ബുധനാഴ്ച പാതിരൊരു 12-12:30 മണിയായിണ്ടാവും. ഈ സമയത്ത് എന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്ന് നിക്ക. പെണ്ണുങ്ങളല്ലടോ ചങ്ങായി, ഒന്നിനു മാത്രം പോകുന്ന വല്ലാത്തൊരു മനുഷ്യൻ. വെള്ള കുപ്പായം എങ്ങനെ ഇട്ടിട്ടുണ്ട്, തലയിലൊരു ലങ്കണ തൊപ്പിയുണ്ട്. ആരാന്ന് ചോദിച്ചില്ല നിങ്ങള്? ആരാന്ന് എങ്ങനെ ചോദിക്കണോ? ഉറക്കത്തില് സ്വപ്നത്തിലല്ലേ? അല്ലാണ്ട് പിന്നെ മലക്കറ്റേക്കോ ആയിരിക്കുന്നല്ല ആണ്. എന്നിട്ട് ഇന്നോട് പറഞ്ഞെന്താ പറയാ എനിക്ക്, മകനെ ഉണരൂന്ന. എങ്ങനെ മകനെ ഉണരൂന്ന്? ഉണരൂന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താ വെച്ചാ, ഈ തൊഴുത്തിലേക്ക് നടക്ക്. തൊഴുത്തിൽക്കോ? തൊഴുത്തിലോ ചങ്ങായി, നമ്മുടെ ആടിനെയും പശുവിനെ കിടന്ന തൊഴുത്തില്ലേ, അങ്ങട് നടക്ക്. അന്റെ ആടിതാ പ്രസവിച്ച് കിടക്കണേന്ന്. ഇത് കേട്ട പാട ഞാനപ്പ തന്നെ തട്ടിക്കുടഞ്ഞ് എണിച്ച് ചെന്ന് നോക്കിയപ്പോ എന്റെ മൊയ്തോ എന്താ കഥ? എടോ, ആട് ഏരട്ട പ്രസവിച്ച്. ഈ സമയത്ത് ഇത് പടച്ച തമ്പുരാൻ മലക്കിനെ അറിയിച്ച് ഇന്നെ വന്ന് അറിയിച്ചേക്കാണേ. ആ സമയത്ത് ഞാൻ ഇറങ്ങി ചെന്നില്ലെച്ചെങ്കിൽ അവറ്റ കണ്ട സ്ഥിതി എന്താ കൊള്ളു. അതേമാതിരിക്ക് ഇന്നലെ ഉണ്ടായി വേറൊരു സംഭവം. അത് കേൾക്കണ. അതായത് ഇന്നലെയും വന്ന് വേറൊരു മലക്ക്. അല്ലെ മലക്ക് ഇപ്പൊ നിങ്ങളെ പരിയെ തന്നെയാണ്. അതിപ്പോ ഇജാതി ആൾക്കാരുടെ അടുത്തൊക്കെ അങ്ങനെ മലക്കൊക്കെ വരുവാടോ. വന്നിട്ട് പറയാണ്, മാനെ ഇജാതി ഉറക്കം ഉറങ്ങിയാൽ ശരിയാവൂല, എണീക്കുന്നാ. ഞാൻ എണീച്ച് എന്നിട്ട് പറഞ്ഞു, ജനങ്ങളിലേക്ക് ഇറങ്ങ്. എന്തിന്? അതല്ല ഞാനും പറയണത്, കുത്തിവയ്പ്പിനെതിരെ സംസാരിക്കാൻ. എങ്ങനെ കുത്തിവെപ്പിനെതിരെ സംസാരിക്കാൻ? അതുകൊണ്ടാണ് എന്റെ മൊയ്തോ നേരം വെളുക്കും മുതൽ ഞാൻ വീടൊക്കെ അങ്ങനെ കയറി ഇറങ്ങി നടന്നത്. അല്ല, അതിപ്പോ എങ്ങനെങ്ങളിപ്പോ പോണ്? നമ്മള് പിന്നെ മോക്ക് കുറച്ച് കുപ്പായൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ടൗണിലേക്ക് ഒന്ന് പോകും. കുത്തുവെക്കാനോ? എന്താ എന്റെ മൊയ്ത് ഇജാതി ഹറാമായ കാര്യങ്ങളുടെ പിന്നാലൊക്കെ നിങ്ങൾ ഇങ്ങനെ നടന്നു. സൂറക്കൊരൊറ്റ നിർബന്ധം കുത്തിവെക്കണം. അവന്റെ മോളെ എന്തിനാ അങ്ങനെ ഹറാമായ കാര്യങ്ങൾ? എന്തിനാപ്പത്? ഒരു സംഗതി ഹറാമാക്കാനുള്ള അധികാരം പടച്ചോനും പ്രവാചകനും ആണ്. ഓരോ ഹറാമാക്കാത്തത് നിങ്ങൾക്ക് എങ്ങനെ ഹറാമാക്കാൻ പറ്റൂ? കടപ്പുറത്തേക്കോട് പൂയി അടിക്കണം. ഇങ്ങനെ വർത്താനം പറയോ പെണ്ണുങ്ങള്?